നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വൈബ്രേഷൻ പ്ലേറ്റ് ആണ്. എന്താണ് വൈബ്രേഷൻ പ്ലേറ്റ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. വൈബ്രേഷൻ പ്ലേറ്റ് യൂസ് ചെയ്യുന്ന നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വൈബ്രേഷൻ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഫുൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ വൈബ്രേഷൻ പ്ലേറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം എക്സസൈസ് ചെയ്യാനായിട്ട് എന്തൊക്കെ രീതിയിൽ പറ്റും, വീട്ടിൽ തന്നെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ വൈബ്രേഷൻ പ്ലേറ്റ് ഒരു പക്ഷേ വന്നിട്ടുണ്ടായിരിക്കും. ചിലർ വൈബ്രേഷൻ പ്ലേറ്റിനെ കുറിച്ച് ഒരു പക്ഷേ കേട്ടിട്ടേ ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടോളുക. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു വൈബ്രേഷൻ പ്ലേറ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ 1 മണിക്കൂർ ജോഗിങ് ചെയ്യുന്നതിന്റെ അത്രയും എഫക്റ്റ് ആണ് ഈ വൈബ്രേഷൻ പ്ലേറ്റിൽ നമ്മൾ 10 മിനിറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ വൈബ്രേഷൻ പ്ലേറ്റിൽ ഇതിനെ ഒരു മസിൽ റിലാക്സിന് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം നമ്മുടെ മസിൽസ് കൺട്രാക്ട് ആവുക, അതേപോലെ തന്നെ റിലാക്സ് ആവുകയൊക്കെ ചെയ്യും. അതിലൂടെ ഒരു മസിൽ റിലാക്സേഷൻ നമുക്ക് ഈ ഒരു വൈബ്രേഷൻ പ്ലേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മെഷീനിൽ 5 പ്രീ പ്രോഗ്രാം മോഡ്സ് അവൈലബിൾ ആണ്. 0 to 180 സ്പീഡ് ലെവൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി അൺബോക്സിംഗ് ആണ്. ഓൾറെഡി ഞാൻ ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കുറെ ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. ബോക്സിനുള്ളിൽ എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പവർ കേബിൾ ആണ്. ഇതാണ് റിമോട്ട്. റിമോട്ടിൽ നമുക്കൊരു പവർ ബട്ടൺ ഉണ്ട്, ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അതേപോലെ ഇവിടെ മുകളിലും താഴെയുമായിട്ട് ഹൈ ലോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ സാധിക്കും. അതേപോലെ തന്നെ ടൈം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നടുക്കായിട്ടൊരു പ്രോഗ്രാം ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു പോസ് ബട്ടൺ നൽകിയിട്ടുണ്ട്, മോഡ് ബട്ടൺ നൽകിയിട്ടുണ്ട്. അതായത് ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വാക്കിംഗ്, ജോഗിംഗ്, റണ്ണിംഗ് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 3 ബട്ടണിലും സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മോഡ് ഇങ്ങനെ സെലക്ട് ചെയ്യാനും സാധിക്കും. ഇത് റെസിസ്റ്റൻസ് ബാൻഡ് അല്ലെങ്കിൽ എക്സസൈസ് ബാൻഡ് ആണ്. ഇതിന്റെ ഒരു സൈഡിൽ നൽകിയിരിക്കുന്ന ഈ ഹുക്ക് വൈബ്രേഷൻ പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മറു സൈഡിൽ ഇതേപോലെ ഹാൻഡിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതേപോലെ ഒരു യൂസർ മാനുവലും ബോക്സിൽ ലഭിച്ചിരുന്നു. ഈ യൂസർ മാനുവലിൽ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്നുള്ള സർവ്വ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. ഇതിന്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ ഹുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഹുക്കിലേക്ക് നമുക്ക് ബാൻഡ് ഇങ്ങനെ കണക്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ബാക്ക് സൈഡിലായിട്ടാണ് പവർ കോഡ് കണക്ട് ചെയ്യുന്നത്. പവർ കോഡിന്റെ തൊട്ടടുത്തായിട്ട് റെഡ് കളറിലുള്ള ഒരു വലിയ സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മെഷീൻ ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 4 റബ്ബർ ബുഷസ് നൽകിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാക്വം റബ്ബർ ബുഷസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ റബ്ബർ ബുഷ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് തെന്നി മാറുകയൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഫിറ്റ് ആയിട്ട് ഇരുന്നോളൂ. പവർ കണക്ട് ചെയ്ത ശേഷം ബാക്ക് സൈഡിൽ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇതേപോലെ ഓൺ ആയിട്ട് വരും. ഫ്രണ്ട് സൈഡിലായിട്ട് വലിപ്പത്തിൽ അഗാരോയുടെ ബ്രാൻഡിംഗ് നൽകിയിട്ടുണ്ട്. ഇതിൽ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതേപോലെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാഗ്നറ്റിക് പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സെൻട്രലായിട്ട് ഇതേപോലെ മുള്ളു പോലത്തെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഇത് മുള്ളല്ല, ഈ മുള്ളിന് മുകളിൽ റബ്ബർ വെച്ചിട്ടുണ്ട്. നമ്മൾ കൈ വെക്കുകയോ കാല് വെക്കുകയോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ വേദന എടുക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഫുട് പാഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ABS പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു മെഷീൻ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 180 kg വരെ ഇത് വെയിറ്റ് താങ്ങും. ഇനി ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പീഡ് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. P ബട്ടൺ, അതായത് പ്രോഗ്രാം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ മോഡ്സ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ P1, P2, P3, P4, P5 അങ്ങനെ 5 മോഡുകളാണ് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് ഓഫായി, ഞാനിവിടെ ജസ്റ്റ് ഓൺ ചെയ്തു. ഇനി നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇവിടെ കാണാൻ സാധിക്കും ഇത് വർക്ക് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മോഡ് സെലക്ട് ചെയ്ത് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആകാനായിട്ട് തുടങ്ങും. സ്റ്റാർട്ട് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കത്തില്ല. വീണ്ടും നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത മോഡിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന സമയത്താണ് നമുക്ക് ഈ റിമോട്ടിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്. ഇത് പോസ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ അതേപോലെ ഇതിന്റെ സ്പീഡ് കുറയ്ക്കാനോ ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഓൺ ഓഫ് ചെയ്യാം, ഇവിടെ ഒന്ന് പോസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മോഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാക്കിംഗ് മോഡ് വേണമെങ്കിൽ വാക്കിംഗ് മോഡ്, ജോഗിംഗ് മോഡ്, റണ്ണിംഗ് മോഡ്, ഇതൊക്കെ നമുക്ക് മാറി മാറി റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് അഗാരോ ആൽഫ ക്രേസി ഫിറ്റ് വൈബ്രേഷൻ പ്ലേറ്റ് മസാജ്. ഇങ്ങനെ ഒരു ലുക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈസ് ഒക്കെ വളരെ ചെറുതാണ്, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്. ഏകദേശം 9.5 kg ആണ് ഇതിന്റെ വെയിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനോ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാനൊന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ 3 ട്രെയിനിങ് സോൺ ഉണ്ട്. നമ്മൾ കാൽ എവിടെ വെക്കുന്നു എന്നതനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വാക്കിംഗ് മോഡാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റിന് മുകളിൽ നിങ്ങളുടെ കാല് അടുപ്പിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി ജോഗിംഗ് മോഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാല് കുറച്ച് ഡിസ്റ്റൻസിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി റണ്ണിംഗ് മോഡാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 കാലും പ്ലേറ്റിന്റെ 2 സൈഡിലായിട്ട് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓൺ ആക്കിയതിനു ശേഷം ഇതിലേക്ക് ചാടി കയറാൻ ശ്രമിക്കരുത്. ഓൺ ആക്കുന്നതിന് മുമ്പ്, അതായത് സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് കയറി നിൽക്കുക. കംഫർട്ടബിൾ ആയിട്ട് നിന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. അതല്ലാതെ സ്റ്റാർട്ട് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് കയറാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പം കാല് തെറ്റിയൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നവർ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഫുൾ ബോഡിയിൽ ഇത് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ബോഡിക്ക് ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാനും ഈ ഒരു വൈബ്രേഷൻ പ്ലേറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനോടൊപ്പം ലഭിച്ചിട്ടുള്ള എക്സസൈസ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വൈബ്രേഷനോടൊപ്പം തന്നെ നമുക്ക് ആംസ് വർക്കൗട്ടോട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വൈസെപ്സിനോ ട്രൈസെപ്സിനോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ഒരേ സമയത്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. പ്രഗ്നൻസി ടൈമിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ബോൺ ഓർ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിവിയർ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് ഇതേപോലെ ഒരു വൈബ്രേഷൻ പ്ലേറ്റിൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം കുഴപ്പമില്ല എന്ന് അവർ പറയുകയാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു മെഷീൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം ഫ്രീ ടൈമിൽ ഇത് മസിൽ റിലാക്സേഷന് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാല് ഇതിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് റിലാക്സ് ആകാനൊക്കെ സാധിക്കും. അതിനോടൊപ്പം തന്നെ അക്യൂ പ്രഷർ പോയിന്റ്സും ഇതിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ ചെരുപ്പൊന്നും ഇടാതെ കാല് അതിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു റിലാക്സേഷൻ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തായാലും ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ആമസോണിൽ ഇപ്പൊ ഇതിന്റെ വില 5900 രൂപയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരു 6 മാസത്തിന് ശേഷമാണ് എന്റെ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ 5900 രൂപ ആയിരിക്കത്തില്ല ഇതിന്റെ വില. ഒന്നുകിൽ ഇതിന്റെ വില കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആമസോണിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും വിലയിൽ വേരിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓഫർ ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കുമായിരിക്കാം. എന്തായാലും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഡീൽസ് ബൈ ഷിജു എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് ഇ-കോമേഴ്സ് സൈറ്റിലെ ഡീൽസും ഓഫേഴ്സും ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ സാധനങ്ങളൊക്കെ ആ ഒരു ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നതിലൂടെ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.